ഹലോ ഹായ്. ഞാൻ വീണ്ടും വന്നു. ഞാൻ പറഞ്ഞിരുന്നല്ലോ കുറച്ച് മുന്നേ ഞാൻ ഇനിയും വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആക്ച്വലി ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ഈ സബ്ജക്റ്റ്, കാരണം ഇപ്പോൾ എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയയിലാണെങ്കിലും ന്യൂസിലാണെങ്കിലും വാർത്തയിലാണെങ്കിലും എല്ലാവരും എടുത്തിട്ട് അലക്കുന്ന വിഷയമാണ് നടൻ കൃഷ്ണകുമാർ, മകൾ ദിയ കൃഷ്ണ. അവർ ഫാമിലി ആയിട്ടിരുന്ന് കുറച്ച് പറ്റി ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, കാരണം പണ്ട് കൃഷ്ണകുമാറിന് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. കാരണം പറമ്പിൽ കുഴി കുത്തിയിട്ട് പണിക്കാർക്ക് കഞ്ഞി കൊടുത്തു എന്നുള്ള ഒരു സംസാരം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നഷ്ടവുമായ, കാരണം പാർട്ടിപരമായിട്ട് ഇപ്പം എനിക്ക് എൻ്റെതായ പാർട്ടി വിശ്വാസങ്ങളുണ്ട്, ആളുടേതായ വിശ്വാസങ്ങളുണ്ട്. അതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങളും എതിർപ്പുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു നടനാണ് കൃഷ്ണകുമാർ. അപ്പൊ ഈ സബ്ജക്റ്റ് വന്നപ്പോൾ, കാരണം ആ പെൺകുട്ടികൾ, കാരണം ഇതിലെന്താ കേസ് എന്ന് വെച്ചാല്, ആ സ്റ്റാഫിനെ 3 പെമ്പിളരെ ജാതീയമായി അധിക്ഷേപിച്ചു. മുക്കുകുത്തികള്, നിങ്ങൾ ഹിന്ദുക്കളല്ല, അതാണ് ഇതാണ് എന്നാണ് കൃഷ്ണകുമാറും ഭാര്യയും മക്കളും പറഞ്ഞെന്നാണ് അവര് പറയുന്നത്. അവര് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് കാണുന്നത് ആ വീഡിയോ ആണ്. അപ്പൊ അതില് ഞാൻ വിചാരിച്ചു, ഈ നാറി ചെയ്തിണ്ടാവും. അപ്പൊ ഞാൻ പിന്നെ വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ല. പക്ഷെ ഇന്ന് കുറച്ച് മുന്നേ ഒരു ന്യൂസ് കണ്ടു. കാരണം ഇവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ നുണയാന്നും, ഇവര് കള്ളത്തരം, ദിയ കൃഷ്ണയുടെ ഓഫീസിൽ നിന്ന് അവരുടെ ഷോപ്പിൽ നിന്ന് ക്യാഷൊക്കെ ട്രാൻസ്ഫർ ആയിട്ടുള്ള ഈ 3 ഗേൾസിന്റെ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ആയിട്ടുള്ളത്. അപ്പൊ ഉഡായിപ്പ് ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും ആ ന്യൂസിന്റെ ഫസ്റ്റ് 1 മിനിറ്റ് നിങ്ങളുടെ മുന്നിലൊന്ന് കാണിക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കുക ആ ന്യൂസ്. ചിലപ്പോൾ കാണാത്തവരുണ്ടാവുമല്ലോ, കാരണം ഞാൻ രാവിലെ തന്നെ കണ്ട ന്യൂസ് ആണ്. അപ്പോ കാരണം ഇപ്പോഴും പറയണു, കൃഷ്ണകുമാറും ഞാനെന്നല്ല, ഞങ്ങളും അത്ര നല്ല ടൈംസിലൊന്നല്ല. രാഷ്ട്രീയപരമായിട്ടും അവരുടെ പൊളിറ്റിക്കൽ വ്യൂ ആയിട്ട് ഒട്ടും ചേർച്ചില്ലെങ്കിലും ഈ കേസിൽ എനിക്ക് തോന്നുന്ന ന്യായം കൃഷ്ണകുമാറിന്റെ ഭാഗത്ത് തന്നെയാണ്. കാരണം ഓഫ് കോഴ്സ് എന്തായാലും ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 100 രൂപ പോയ വരെ നമുക്ക് ടെൻഷനാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൃഷ്ണകുമാറിന്റെ മകളുടെ ഷോപ്പിൽ നിന്ന് 60 ലക്ഷത്തിന് മുകളിലേക്ക് ഈ ലേഡീസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കുക എന്നാണ് പറഞ്ഞത്. അവരൊക്കെ പറഞ്ഞത് മുക്കുവ സ്ത്രീ ജാതീയമായി അധിക്ഷേപിച്ചു. അതിലൊരു പെൺകുട്ടി എന്താ പറയുക പറഞ്ഞത്, എനിക്ക് എന്റെ അക്കൗണ്ട്, കാരണം ഇവർക്ക് അറിയാം, പോലീസ് അക്കൗണ്ട് ചെക്ക് ചെയ്യും. കാരണം ഇവര് മൊത്തം ക്യാഷ് ട്രാൻസ്ഫറിങ് നടത്തിയിട്ടുള്ള അക്കൗണ്ട് ത്രൂ ആണ്. അവള് പറഞ്ഞത് എന്റെ ഭർത്താവ് 1 ലക്ഷം 2 ലക്ഷം ഒക്കെ മാസത്തിൽ അയക്കുന്നു. എനിക്ക് ആലോചിക്കുക, കാരണം ഗൾഫില് കിടന്ന് കഷ്ടപ്പെടുന്ന ഭർത്താവ് ഇവളുടെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം 2 ലക്ഷം. ഇവളിവിടെ ജോലി ചെയ്യണത് 10,000-നോ 20,000-നോ അല്ല. നമ്മൾ ഭക്ഷണം കഴിക്കുന്നവർക്ക് മനസ്സിലാവും ഇതിൽ ആരാണ് ഉഡായിപ്പ്. കാരണം ഇപ്പോഴേ പറയണു, ജാതി സ്പിരിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നല്ല, ഇപ്പോഴും ഉണ്ട്. ആൾക്ക് കൃഷ്ണകുമാറിനുണ്ട്. അതുണ്ടെങ്കിലും ഇവരെ പോലുള്ളവർക്ക് ജോലി കൊടുത്തു. അപ്പൊ അവര് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പുകമറ സൃഷ്ടിക്കുകയാണ് പെമ്പിളേര് ചെയ്തിട്ടുള്ളത്. കാരണം ഏറ്റവും വലിയ ആയുധമാണ് ജാതി സ്പിരിറ്റ്. ജാതീയമായി അധിക്ഷേപിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ മൊത്തം അവരുടെ പിന്നാലെ പോകും. ബാക്കിയുള്ളവർ വേറൊന്നും നോക്കുന്നില്ല. ഇനിയിപ്പൊ ഞാനൊക്കെ വിചാരിച്ച ഈ നാരി പറഞ്ഞിട്ടുണ്ടാവും, കൃഷ്ണകുമാർ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ പിന്നെയാണ് അതിന്റെ വ്യൂ നമ്മളെ മുന്നിലേക്ക് എത്തുന്നത്. ഇവരെന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ എന്തായാലും ഇപ്പൊ ഇന്ന് വന്ന ന്യൂസിന്റെ 1 മിനിറ്റ് വീഡിയോ നിങ്ങളെ കാണിക്കാം. 1 മിനിറ്റ് കാണിക്കുള്ളൂ, കാരണം ഇതൊരു 6 മിനിറ്റ് വീഡിയോ ഉണ്ട്. അത് മൊത്തം കാണിക്കുമ്പോ നിങ്ങൾക്ക് ഭ്രാന്താവും. 1 മിനിറ്റ്. എവിടെ വാർത്ത? നിങ്ങൾ കണ്ടു നോക്കിട്ടോ. ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ട്. നടനും ബി.ജെ.പി. നേതാവുമായ ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാർ പണം മാറ്റിയതിന്റെ തെളിവ് പോലീസിന് ലഭിച്ചു. ബാങ്ക് അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായത്. ജീവനക്കാർ പണം എങ്ങനെ ചെലവഴിച്ചെന്നും പോലീസ് പരിശോധിക്കുന്നു. ജീവനക്കാരുടെ അക്കൌണ്ടിൽ വന്ന പണം മറ്റ് അക്കൌണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുന്നു. റഹീസ് റഷീദ്, ഇത് ഒരു വലിയ സംഭവ വികാസമായി തന്നെ മാറുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ഈ ജീവനക്കാർ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു എന്ന് തെളിയിക്കുന്നതല്ല.
സുജയ, ദിയ കൃഷ്ണയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അല്ലെങ്കിൽ അവരുടെ സ്ഥാപനത്തിൽ നിന്ന് പണം നഷ്ടപ്പെട്ട കാര്യത്തിൽ നിർണായകമായ വിവരങ്ങൾ കേസന്വേഷിക്കുന്ന മ്യൂസിയം പോലീസിന് ലഭിച്ചിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദിയയുടെ സ്ഥാപനത്തിൽ നിന്ന് ഇതിലെ ജീവനക്കാരികളായ 3 പേരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നു, നിരവധി ലക്ഷക്കണക്കിന് രൂപ എത്തി എന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു. അതായത് ദിയ കൃഷ്ണ തുടക്കം മുതൽ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെന്ന് തെളിയിക്കുന്ന ആദ്യഘട്ടത്തിലുള്ള തൽക്കാലം 1 മിനിറ്റും 20 സെക്കൻഡുള്ള വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കണം. അതിൽ വന്ന മെയിൻ ന്യൂസ്, കാരണം ഡിജിറ്റലി പോലീസിന് എല്ലാ തെളിവുകളും കിട്ടി. ഈ ലേഡീസ് ആണ് ഈ പുകമറ ജാതി സ്പിരിറ്റ് എന്ന് തുടങ്ങി പുകമറ സൃഷ്ടിച്ച് ബാക്കി, കാരണം അവർ ചെയ്ത കള്ളത്തരം മറക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോ പെരും കള്ളന്മാരാണെങ്കിൽ നിൽക്കാൻ അറിയാവുന്നവർക്ക്, കാരണം ചെയ്യുന്ന കാര്യമാണ് ഈ വകക്കാര്. കാരണം ഒരു കുറ്റം ചെയ്തെങ്കിൽ അതിനൊക്കെ വലിയ കുറ്റം പുറത്തേക്ക് എടുത്ത് ബാക്കിയുള്ളവർ മേത്ത് അടിച്ചാക്ഷേപിക്കുന്നറിയില്ല. അങ്ങനെ ചെയ്ത് പക്ഷെ പോലീസിന് ഫുൾ ഇത് കിട്ടി. ആ വീഡിയോയിൽ സൈഡിൽ നിങ്ങൾ കണ്ടല്ലോ, അവരിയ്ക്കുന്ന 3 പേരും, ഈ 3 പേരെ ഇപ്പൊ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്തു, തെളിവുകൾ കിട്ടി. അതിന് മുന്നേ തന്നെ ഇവർ ജാതിയുമായി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞപ്പോ ഈ 3 ഗേൾസിന് അഹാന കൃഷ്ണകുമാറും ആ ഫാമിലി ഇവരെ മാന്യമായ രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. വെള്ളം അവരോട് ദാഹിക്കുന്നുണ്ടെങ്കിൽ അഹാന കൃഷ്ണ വെള്ളം കൊടുക്കുന്നുണ്ട്, കുടിച്ചോ? അവര് കുടിക്കില്ല എന്ന് പറയുമ്പോ കുടിച്ച് കാണിക്കുന്നുണ്ട് ഇവര്. കാരണം ഇവർക്ക് മനസ്സിലാവും കള്ളത്തരം കാണിച്ചിട്ടല്ലേ ഇരിക്കണം, തൊണ്ടയിൽ വെള്ളം ഉണ്ടാവില്ല, നോണ എത്രത്തോളം പറയും. കാരണം കക്കാൻ മാത്രമേ ചിലപ്പോ ഈ പെൺപിള്ളേർക്ക് അറിയുള്ളൂ. എന്താണെങ്കിലും ഇതില് കാരണം കറക്റ്റായിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നത്, നമ്മളെല്ലാരും ഒരു ന്യൂസ് കേൾക്കുമ്പോഴേക്കും ഇതെങ്ങനെയാവും, ഈ നാറിങ്ങനെ ചെയ്തിട്ടുണ്ടാവും, ഇപ്പം പിള്ളേരോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും എന്നാണ് നമ്മളൊക്കെ മനസ്സിൽ വിചാരിക്കുക. പക്ഷെ പോലീസ് അടിച്ച് ഭാര്യക്ക് കൊളുത്തി പുറത്തേക്ക് ഇടുകയെന്ന് കേട്ടില്ല, അങ്ങനെ പുറത്തേക്ക് ഇട്ടു, കാര്യങ്ങൾ തെളിഞ്ഞു. അതായത് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, എല്ലാ പൈസയും ഈ 3 പെമ്പിളേർ അക്കൗണ്ടിലേക്ക് അവിടുന്ന് പല അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. കാരണം സെയിം ലൈക്ക് നോർത്ത് ഇന്ത്യൻസ് പൈസ ഫ്രോഡ് പണി ചെയ്യുമ്പോൾ അവർ ചെയ്യുന്നതല്ലേ, പൈസ ഇവിടെ നിർത്തിട്ട് വേറെ അക്കൗണ്ടുകളിലേക്ക് മറിക്കുക. ആ പരിപാടി തന്നെയാണ് ഈ 3 ഗേൾസും ചെയ്തിട്ടുള്ളത്. കാരണം ഈ കേസിനൊക്കെ തുടക്കം എങ്ങനെയെന്ന് വെച്ചാൽ, ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി ജാതീയമായി അധിക്ഷേപിച്ചു. പക്ഷെ തട്ടിക്കൊണ്ടുപോയതിൻ്റെ അത് ചോദ്യം ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ കുറ്റം സമ്മതിക്കുന്നുണ്ട്, ഞങ്ങൾ ചെയ്തു. അതിനു മുന്നേ ഇവര് 3 പേര് നമ്മളുടെ എല്ലാവരും മുന്നിൽ വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ, ആ വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്യാം. എത്ര മിനിറ്റ് ഉണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. അത് 4 മിനിറ്റ് ആണ്. പക്ഷെ ഞാൻ 1 മിനിറ്റും കുറച്ച് സെക്കൻഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ചിലപ്പോൾ കാണാത്തവരുണ്ടാവുമല്ലോ, അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അതെ, അധിക്ഷേപിച്ചു. കൃഷ്ണകുമാറും പറഞ്ഞു, ദിയയും പറഞ്ഞു, ദിയയുടെ അമ്മയും പറഞ്ഞു. കയറ്റിയിട്ട് നിങ്ങൾ നീ മുക്കുവത്തിയാ നിന്റെ ഭർത്താവ്. ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞു. അപ്പം നീ ഏത് ഹിന്ദു എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ക്രിമിനലാണ് നീയൊക്കെ, ക്രിമിനൽ എന്നാ പറഞ്ഞത്. ഞങ്ങളുടെ അങ്ങനെയാണ് പറഞ്ഞത്. നീയൊക്കെ മുക്കുവത്തികളല്ലേ, നിനക്കൊക്കെ മീൻ വിൽക്കേണ്ട നിലവാരമേ ഉള്ളൂ. നീയൊക്കെ എന്തിനാണ് എൻ്റെ മോളുടെ ഓഫീസിൽ വന്നത്? നിങ്ങൾക്കൊക്കെ ഈ ഡ്രസ്സൊക്കെ ഇടാൻ, ഈ ഫോണൊക്കെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ആരാണ് അനുവാദം? നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് ഐഫോൺ ഉപയോഗിക്കാനൊക്കെ? എന്ത് യോഗ്യതയാണുള്ളത്? ഇങ്ങനെയാണ് അവർ ചോദിക്കുന്നത് നമ്മുടെ അടുത്ത്. അവരല്ല ആദ്യം കേസ് കൊടുത്തത്, ഞങ്ങളാണ് ആദ്യം കേസ് കൊടുക്കുന്നത്. ഞങ്ങൾ കേസ് കൊടുത്തതിന് ശേഷം സ്റ്റേഷനിൽ നിന്ന് അവരെ വിളിച്ച് പറയുമ്പോൾ അവർ വന്നതിന് ശേഷമാണ് കേസ് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് അവർ കേസ് കൊടുത്തെങ്കിൽ ഒരു FIR ഫയൽ ചെയ്ത് വേണം. നമ്മൾ മൺഡേ ആണ് കൊടുത്തത്. നമുക്ക് അന്ന് രാത്രിയാണ് അവർ FIR ഇട്ടത്. അവരുടെ FIR ഇട്ടിട്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസും തരുന്നില്ലായിരുന്നു. നമ്മൾ കണ്ടു കൃഷ്ണകുമാർ 1 മിനിറ്റും ഒരു 5 സെക്കൻഡ് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു. കാരണം കള്ളത്തരം കാണിക്കുക എന്ന് പറയുമ്പോൾ അതൊക്കെ കേൾക്കുന്ന നമുക്ക് മനസ്സിലാവും ഇവരെ ജാതി കള്ളത്തരാണ് കാണിക്കണെന്നുള്ളത്. എന്തൊക്കെ കഥകളാണ്. ജാതി സ്പിരിറ്റ്, ജാതിയുമായി അധിക്ഷേപിച്ച് വേറെ പേര് വിളിച്ചു, ലോക ഫ്രോഡ് പണി കാണിച്ച് 58 ലക്ഷം 60 സംതിങ് ലക്ഷം മുക്കിയിട്ടാണ് ഈ 3 ഗേൾസ് നിൽക്കുന്നത്. എല്ലാവരും ആ കാര്യം ഒന്ന് മനസ്സിലാക്കണം. കാരണം നമ്മളൊക്കെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ നോക്കിയാലും, കാരണം ഇവര് വിചാരിച്ച കാര്യം എന്താണെന്നറിയോ, ഒരു ജാതിയുടെ പേരിലുള്ള പ്രശ്നം പൊക്കിക്കൊണ്ടുവന്നാൽ ആൾക്കാരൊക്കെ അതിൻ്റെ പിന്നിൽ കൂടി ഈ കേസിനെ പറ്റി അവരാണ്ട് വിട്ടുപോകും, ഇവർക്കെതിരെ കേസാവും എന്നാണ് വിചാരിച്ചത്.
പക്ഷെ ഇവര് സീരിയസ് ആക്കി, പോലീസ് സീരിയസ് ആക്കി, ഇവര് അട്ടപ്പടെല്ലാം മൂഞ്ചിട്ടാണ് നിൽക്കുന്നത്. ഈ ജാതി കാർഡ് എടുത്തിറക്കിയിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കുമ്പോ ഇവര് വിചാരിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഇവർക്ക് എന്തോ ഭാഗ്യത്തിന് അവിടെ ജോലി കിട്ടി. വേറെ ഒരുപാട് ആൾക്കാർ ജോലിക്ക് വേണ്ടി അന്വേഷിച്ചിട്ട് ഇതേമാതിരി നടക്കുമ്പോൾ ഓരോ കമ്പനിയിലും ഷോപ്പിലും ചെല്ലുമ്പോൾ അവർ വിചാരിക്കും എന്താ, ഇതേ വകുപ്പിലുള്ള കുറച്ച് പേരാണ് പണി തന്ന് വാർത്തയാക്കി പോയിട്ടുള്ളത്. അപ്പൊ ബാക്കിയുള്ളവർക്ക് കിട്ടുന്ന ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ 3 പെമ്പിള്ളേര് കാരണം നഷ്ടപ്പെടുന്നത്. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാല്, കാരണം ഇപ്പൊ ഈ കേസിൽ പോലീസ് സ്ട്രോങ് ആയിട്ട് പിടിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും അവര് തെളിയിക്കും. പക്ഷെ പൈസ പല അക്കൗണ്ടിലേക്ക് മറച്ചു എന്നാണ് പറയണത്. എനിക്കതല്ല, മറ്റേ പെണ്ണ് പറയുന്നതാണ് അവളുടെ ഭർത്താവ് അവളുടെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം 2 ലക്ഷം മാസം അയക്കും. ഞാനിവിടെ ജോലി ചെയ്യണ 20,000 രൂപയ്ക്കാണ്. എന്നിട്ട് പൈസ, പക്ഷെ ഇതിൽ വേറൊരു കമന്റ് ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്തതാണ്. അതായത് ഇനി ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ടാണോ ഈ പരിപാടി ചെയ്തിട്ടുള്ളതെന്ന് പറയാൻ എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല കേട്ടോ. കാരണം ഇപ്പൊ പെമ്പിളേരെ സംസാരം, പോലീസ് തെളിയിച്ച കാര്യങ്ങളെ എനിക്കറിയുള്ളൂ. കാരണം 2 കൈ തട്ടിയാലേ ശബ്ദം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇനി പറയാൻ പറ്റില്ല. ഇനി ടാക്സിന്റെ കാര്യത്തിന് വെട്ടിക്കാൻ വേണ്ടിയിട്ട് വേറെ അക്കൗണ്ടുകൾ വഴി മറിച്ചതാണോ, എന്നിട്ട് പൈസ തിരിച്ച് കിട്ടാണ്ടായപ്പോ വേറെ പ്രശ്നം ഉണ്ടാക്കിയതാണോ എന്നറിയില്ല. പക്ഷെ എന്താണെങ്കിലും ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, ഇവളുടെ വീട്ടിൽ വെച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഈ ലേഡീസ് സമ്മതിച്ചു, ഞങ്ങൾ ചെയ്തിരിക്കണേ, ഞങ്ങൾ അത് ചെയ്തു, എല്ലാം പോലീസ് തെളിയിച്ചു. അവര് വിത്ത് വീഡിയോ പ്രൂഫാണ്. കാരണം ഇവര് ജാതി കാർഡ് ഇറക്കി കളിച്ചപ്പോ ഇവര് ഒട്ടും ആലോചിച്ചില്ല. കാരണം ഈ 3 പെമ്പിള്ളേര് ക്വസ്റ്റ്യൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഈ ദിയയുടെ അമ്മ കൃഷ്ണകുമാറിന്റെ വൈഫിന്റെ യൂട്യൂബ് ചാനലിലാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും എനിക്കിതിൽ പറയാനുള്ളത്, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെണ്ണാണോ ആണാണെന്നൊന്നും നോക്കണ്ട. വേറെ കാരണം ഒരുപാട് പേരുടെ ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ഇവര് കാരണം നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് 3 പേർക്കും തനതായ ശിക്ഷ, ജയിൽ ശിക്ഷയാണെങ്കിലും എന്താണെങ്കിലും അത് കിട്ടണം. അത് പോലീസും ജഡ്ജിയും കാര്യങ്ങളൊക്കെ ഒരു ലേഡി എന്ന രീതിയിലുള്ള പരിഗണന കൊടുക്കാതെ കള്ളൻ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇത് കൊടുക്കണം. ഇനി 1 ലക്ഷം 2 ലക്ഷം മാസം അയച്ചു കൊടുക്കുന്ന ഭർത്താവിന് ഇതിൽ പങ്കിട്ടൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എന്തൊക്കെയാണെങ്കിലും കൃഷ്ണകുമാറെ ഈ സമയത്ത് നമ്മൾ കേരളത്തിലെ ജനങ്ങൾ മൊത്തം, കാരണം മുമ്പ് നീ കുഴികുത്തി കഞ്ഞി കൊടുത്ത പോലെയല്ല, ഈ കേസിൽ നമ്മളെല്ലാവരും നിന്റെ കൂടെ നിൽക്കും. കാരണം ഏതാണ്ട് 100 കാര്യം പറഞ്ഞതിൽ 80% 90% നിന്റെ ഭാഗത്താണ് ശരിയെന്ന് ഇനി ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. കാരണം പൈസ ഇറക്കിയവർക്ക്, നഷ്ടപ്പെട്ടവർക്ക് അതിന് വേദന അറിയുള്ളൂ. ഇപ്പൊ ദിയ കൃഷ്ണയ്ക്കാണെങ്കിലും കൃഷ്ണകുമാറിനാണെങ്കിലും അഹന കൃഷ്ണ, അവരെ ഫാമിലിക്കാണ് പൈസ നഷ്ടപ്പെട്ടുള്ളത്. അടിച്ചു മാറ്റിയിട്ടുള്ളത് വരും കൂടെ നല്ലൊരു ജോലി, നല്ല ശമ്പളം. കാരണം ദിയ കൃഷ്ണ ഒരു 10 മാസമായിട്ട് ഷോപ്പിലേക്ക് പോയിട്ടില്ല. ബിക്കോസ് ഷീസ് കാരിങ്, അവള് കാരിങ് ആണ്. ആ പ്രഗ്നൻസി അതിന്റെ ബിസി ആയിട്ട് പോയിട്ടില്ല. ഇവര് ആ അവസരം അസലായിട്ട് മുതലെടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. പൈസക്ക് ഇത്രക്കധികം ലക്ഷങ്ങൾ അടിച്ച് മാറ്റണമെങ്കിൽ ഇവർക്ക്, പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവർക്ക് 3 പെമ്പിള്ളേര് മാത്രമായിരിക്കില്ല. കാരണം വേറെ അക്കൗണ്ടിലേക്ക് പോയി എന്നല്ലേ പറയുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇവരതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഇപ്പൊ വരാൻ കാരണം ഈ ന്യൂസ് വന്നപ്പോൾ അത് നിങ്ങളോടൊന്ന് പറയണം തോന്നി, എൻ്റെ അഭിപ്രായം പറയണം തോന്നി. കൃഷ്ണകുമാറെ, ദിയ കൃഷ്ണ, പിന്നെ അഹന കൃഷ്ണ, നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ നമ്മൾ കേരളം മൊത്തം ഈ കേസിൽ നിൽക്കുന്നുണ്ട്. വേറെ ഒരെണ്ണത്തിലും പ്രതീക്ഷിക്കേണ്ട. ഈ കേസിൽ നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ ഭാഗത്താണ് ന്യായം, സത്യം എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാൻ എന്താ പറയാ, അപ്പൊ നമ്മളെല്ലാവരും വിത്ത് കൃഷ്ണകുമാർ ഫാമിലി. ബൈ.